അമ്പലത്തില് പൊങ്കാലിടാൻ പോണ ദിവസം കേട്ടോ. മറ്റേ പൊങ്കാലയല്ല, പൊങ്കാലിടാൻ പോണ ദിവസം. ഗെറ്റ് റെഡി വിത്ത് മീ. ഡയറക്റ്റ് വെയിലത്തേക്കാട്ടോ പോണേ, അതുകൊണ്ട് സൺസ്ക്രീൻ ഈസ് എ മസ്റ്റ് മസ്റ്റ് മസ്റ്റ്. ടാൻ മാത്രമല്ല കേട്ടോ നമ്മൾ വറി ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് സൺ ഡാമേജ് വന്നാലുള്ള അവസ്ഥ. ടാൻ്റെ കൂടെ തന്നെ പിഗ്മെന്റേഷനും ഡൾനെസ്സും ഒക്കെ ഫേസിന് വരും കേട്ടോ. ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് സൺ ഡാമേജിൽ എത്തിക്കുകയും ചെയ്യും. ഇതുകൊണ്ടൊക്കെ തന്നെ കേട്ടോ ഞാൻ ഡോക്ടർ ഷെറ്റ്സിന്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഇതില്ലേ പവർ ഓഫ് നേച്ചർ ആൻഡ് സയൻസ് കൊണ്ടിട്ട് പാക്ഡ് ആണ്. ഇതിലെ SPF 50 PA++++ ഉണ്ട് കേട്ടോ. ഇത് പിഗ്മെന്റേഷൻസ് ഫ്രീ ആക്കും നമ്മുടെ സ്കിന്നിന്, അതുപോലെ തന്നെ ഗ്ലോയിങ് സ്കിന്നും തരും. ഇതിലെ കോജിക് ആസിഡ് ഇല്ലേ പിഗ്മെന്റേഷനെ റെഡ്യൂസ് ചെയ്യും. കേസർ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കൊടുക്കും. ഇതിന്റെ ഒരു ടെക്സ്ചർ ഇല്ലേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ഗ്രീസി ആണ്, അടിപൊളിയല്ലേ. ഈ സൺസ്ക്രീനില്ലേ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുകയും ചെയ്യും. ഇതാണ് കേട്ടോ കേസർ ആൻഡ് കോജിക് ആസിഡ് സിറം. ഈ ഒരു സെയിം റേഞ്ചിൽ തന്നെയുള്ളതാണ്. ഇതില്ലേ നൈറ്റ് പിഗ്മെന്റേഷൻ ഫ്രീ ഗ്ലോയിങ് സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ്. പിന്നെ എന്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള ശരണ്യ20 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇല്ലേ ഡോക്ടർ ഷെറ്റ്സിന്റെ വെബ്സൈറ്റിൽ 20% ഓഫറും കൂടി കിട്ടുന്നതാണ്. പിന്നെ പ്രൊഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് പേർപ്പിൾ അവൈലബിൾ ആണ്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്ക്. അപ്പം ഞാൻ വേഗം റെഡി ആയിട്ട് പൊങ്കാലിടാൻ പോട്ടെ. ഞാൻ ഇനി സെറ്റും മുണ്ടും ബ്ലൗസും ആയിട്ട് ഇടുന്ന കുറച്ച് നാൾ മുന്നേ തന്നെ ഞാൻ തയ്പ്പിച്ച് വെച്ചതാണ്. ചെറിയ രീതിക്ക് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് മുല്ലപ്പൂവും ചൂടി അമ്പലത്തിലേക്ക് പോയിട്ടോ. അമ്മ കുറച്ച് നേരത്തെ തന്നെ ഒരുങ്ങി സുന്ദരിയായിട്ട് വന്നിട്ട് പൊങ്കാല ഇടാനുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അരി നല്ലോണം കഴുകി വെള്ളത്തിലേക്ക് ഇടുകയാണ്. വെള്ളത്തിലേക്ക് ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ പൊങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഏറ്റവും കഷ്ടപ്പാട് എന്തായിരുന്നു അറിയാമോ? ഈ വിറകൊന്ന് വെക്കാനുള്ള പണിയായിരുന്നു. ഓല എത്ര കീറിയിട്ട് പോരണ്ടായില്ല, നല്ല സ്ട്രോങ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭക്തിയോടുകൂടി പൊങ്കാലയൊക്കെ ഇട്ട്, പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചേട്ടനുണ്ടായിരുന്നു കേട്ടോ മറ്റേ ഇലത്താളം കൊട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം പോയിന്ന് കണ്ടു. പിന്നെ നമുക്ക് അമ്പലത്തിൽ തിരുമേനി വന്നിട്ട് പൊങ്കാല കലമൊക്കെ നേദിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.